ഹായ് എവരിവൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത് വെച്ചാൽ എന്താണ് വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി ഇത്ര ലാഗിങ് ആകുന്നത്? പലരും വിസക്ക് സ്റ്റാമ്പ് ചെയ്യാൻ കൊടുത്തിട്ട് 4 മാസം 5 മാസമൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോഴും വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അവരെ കോൺട്രാക്ട് ഇറങ്ങിയിട്ടില്ല, ഇൻവിറ്റേഷൻ ഇറങ്ങിയിട്ടില്ല, ഈവൻ സബ്മിഷൻ പോലും ഇറങ്ങുന്നില്ല. എന്താണ് അതിന്റെ കാരണം? ഒരുപാട് പേര് എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. പല ആൾക്കാരും പല ഏജന്റുമാർക്കും ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് കൊടുക്കാതെ സബ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മറുപടി, ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഇതിന്റെ മറുപടി കൊടുത്തു കഴിഞ്ഞു. പക്ഷെ പല ആൾക്കാരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ മറുപടി കൊടുക്കേണ്ട വരുന്ന ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിന്റെ കാരണങ്ങളും എന്താണ് അതിന്റെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാരണങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, എൻ്റെ പേര് ഇജാസ്. ഞാൻ കഴിഞ്ഞ 9 വർഷത്തിൻ്റെ മുകളിലായി റഷ്യയിൽ താമസിച്ചു വരികയാണ്. അപ്പോൾ എന്താണ് ഇത്രയധികം വിസ സ്റ്റാമ്പിങ്ങിന് ഇത്ര ലാഗിങ് വരുന്നത്? എന്തിനാണ് ഇത്ര അധികം ഈ ഒരു വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2009, 2008 കാലങ്ങളിൽ ആ സമയത്തൊക്കെ നമുക്ക് റഷ്യൻ വിസ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരുന്നു. അതായത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 45 ദിവസം 60 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റഷ്യയിലേക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. പെട്ടെന്ന് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, സാഹചര്യങ്ങൾ ഒരുപാട് മാറി. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ലീഗൽ മൈഗ്രൻസ് ഒരുപാട് റഷ്യയിൽ വന്നിരിക്കുകയാണ്. അവർ ഇല്ലീഗൽ മൈഗ്രൻസ് വന്നിട്ട് അവർ സ്വന്തമായിട്ട് ജോലികളൊക്കെ കണ്ടെത്തി. അതായത് പലർക്കും നോർമലി ജോബല്ല, അവർക്ക് ഡിഷ് വാഷിങ്ങും അതുപോലെ തന്നെ പല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് അവരെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇല്ലീഗൽ മൈഗ്രൻസ് റഷ്യയിൽ, യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ല. അവർക്ക് കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് പുതിയൊരു വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ യൂറോപ്യൻ കൺട്രീസിലുണ്ട്. പക്ഷെ റഷ്യയിൽ അങ്ങനെയല്ല. റഷ്യൻ്റെ നിയമങ്ങൾ വളരെയധികം വ്യത്യാസം, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് റഷ്യയിലുള്ളത്. അപ്പം അതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റഷ്യൻ ഗവൺമെന്റ്, റഷ്യൻ ഫെഡറേഷൻ ഇപ്പം എല്ലാവരെയും കൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പേര് റഷ്യയിൽ ഇല്ലീഗലായിട്ട് മൈഗ്രന്റ് ഇപ്പോൾ റഷ്യയിൽ വന്നിട്ട് ഇല്ലീഗലായിട്ട് റഷ്യയിൽ നിൽക്കുന്നത് എന്നുള്ളത് അവർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇല്ലീഗൽ മൈഗ്രൻസിന് വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ച മുമ്പായിട്ട് ഇവിടെ ഇന്റേണൽ മീറ്റിംഗ് ഒക്കെ മൈഗ്രേഷൻ സെന്ററിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇല്ലീഗൽ മൈഗ്രൻസിനെ കുറിച്ചാണ്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എല്ലാ ഇല്ലീഗൽ മൈഗ്രൻസിനെയും തിരിച്ചയക്കാനുള്ള ഒരു നിയമം റഷ്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രാബല്യത്തിൽ വരിക എന്നുള്ളത് ഏപ്രിൽ 30-ാം തീയതി മുതൽ അല്ലെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി മുതലൊക്കെ അതിന്റെ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. ഇല്ലീഗൽ മൈഗ്രന്റിന് വളരെ വലിയ പ്രശ്നങ്ങളാണ് ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതായത് ലീഗലായിട്ട് വരുന്ന മൈഗ്രൻസ് ഉണ്ടല്ലോ, ഈ വർക്ക് വിസ ഒക്കെ എടുത്തിട്ട് ലീഗലായിട്ട് റഷ്യയിൽ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കുഴപ്പമില്ല. ഈ വിസ ഇലക്ട്രോ ബയോമെട്രിക് വിസയിൽ വന്ന ആൾക്കാർക്ക്, ടൂറിസ്റ്റ് വിസയിൽ വന്ന ആൾക്കാർക്ക്, ബിസിനസ് വിസയിൽ വന്ന ആൾക്കാർക്ക്, സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഡീപ്പോർട്ടേഷനുള്ള ഒരു സാധ്യതയാണ് ഇനിയിപ്പോൾ റഷ്യയിൽ വരാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വലിയൊരു വൻ തുക, അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും വലിയൊരു തുക അവർ മൈഗ്രേഷൻ സെന്ററിൽ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അതുകൂടാതെ ചില സമയത്ത് അവർ അതായത് ജയിലിൽ പോയി കിടക്കേണ്ട ഒരു സാഹചര്യം വരും. അതുപോലെ തന്നെ അവർക്ക് വരാൻ പോകുന്നത് ഡീപ്പോർട്ടേഷൻ ആയിരിക്കും. നേരത്തെ വിസ ക്യാൻസൽ ചെയ്ത് വിടുന്ന ഒരു സംവിധാനമായിരുന്നു റഷ്യയിലുള്ളത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, സാഹചര്യങ്ങളൊക്കെ വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് മാറ്റങ്ങൾ വരാണ്. അപ്പോൾ നിങ്ങൾ റഷ്യയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വർക്ക് വിസ എടുത്തിട്ട് വരാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇല്ലീഗൽ മൈഗ്രൻസിന് വളരെയധികം പ്രോബ്ലംസിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പുതിയ അപ്ഡേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കറന്റ് നാട്ടിലാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇല്ലീഗലായിട്ട് നിങ്ങൾ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മൈഗ്രേഷൻ സെന്ററിൽ പോയിട്ട് നിങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. കാരണം ഇല്ലീഗലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏപ്രിലിൽ വരുന്ന നിയമങ്ങൾ നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും. അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും വലിയൊരു എമൗണ്ട് നിങ്ങൾ അവിടെ റഷ്യൻ ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. അത് റഷ്യൻ ഗവൺമെന്റിനെ കബളിപ്പിച്ച് അവിടെ, അതായത് അതൊരു എന്താ പറയാ,
അത് കബളിപ്പിച്ച് റഷ്യയിൽ നിൽക്കുക എന്നുള്ളത് തന്നെ ഒരു രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. അത്രയും വലിയ ഒരു കുറ്റമാണ്. അതായത് ഇല്ലീഗലായിട്ട് വന്നിട്ട് ടൂറിസ്റ്റ് വിസയിലൊക്കെ വന്നിട്ട് റഷ്യയിൽ നിൽക്കുക എന്നുള്ളത് വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ നാളെ നിങ്ങൾ പോകേണ്ട ഒരു സാഹചര്യം വരും. കാരണം ഇപ്പോൾ റഷ്യയിൽ നടക്കുന്ന ഒരു ഇഷ്യൂസ് കാരണമാണ് പല ആൾക്കാർക്കും ഈ ഒരു പ്രോബ്ലംസ് വരാതെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടത്. ഏപ്രിൽ 30-ാം തീയതി മുതൽ തന്നെ അങ്ങനെയല്ലായിരിക്കും സാഹചര്യങ്ങളൊക്കെ മാറാൻ പോവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം വർക്ക് വിസയിൽ വരുന്ന ആളുകളാണെങ്കിൽ കുറച്ച് കോപ്പറേറ്റ് ചെയ്യുക. അതായത് കുറച്ച് ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക. നിങ്ങൾ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് കിട്ടുന്നത് ലീഗൽ വിസയാണ്. ലീഗലായിട്ട് റഷ്യയിൽ താമസിക്കാനുള്ള വിസയാണ്. ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. ലീഗലായിട്ട് നിങ്ങൾക്ക് റഷ്യയിൽ താമസിക്കാം. ലീഗലായിട്ട് റഷ്യയിൽ നിന്നുകൊണ്ട് തന്നെ ജോലികൾ കണ്ടെത്തി ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രി വർക്ക് വിസയൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആ വിസ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നമുക്ക് ക്ഷമ കാണിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക. കാരണം പെട്ടെന്ന് തന്നെ എല്ലാം കിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അന്നത്തെ കാലം അല്ല ഇന്നത്തെ കാലം. ഒരുപാട് 2025 മുതൽ റഷ്യൻ്റെ നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കോപ്പറേറ്റ് ആയിട്ട് സഹകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റഷ്യയിൽ 3 കൊല്ലത്തെ വിസയിലേക്കൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് റഷ്യയിൽ താമസിച്ച് വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിടും. കാരണം ലീഗലായിട്ടുള്ള വിസയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ ഇല്ലീഗൽ മൈഗ്രൻസിൽ പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യത കാരണം കഴിഞ്ഞ ഇന്റേണൽ മീറ്റിംഗിൽ ഉണ്ടായ സംഭവം വെച്ചാൽ എത്ര ഇല്ലീഗൽ മൈഗ്രൻസ് ഇപ്പോൾ റഷ്യയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, എത്ര ആൾക്കാർ, അവരെല്ലാം കൗണ്ടിങ് ആണ്. അതായത് എത്ര ആൾക്കാർ അവർ പിടിക്കും. അവരൊക്കെ പിടിക്കാനുള്ള ഒരു ഓർഡർ കൊടുക്കാൻ പോവാണ്. അപ്പം അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റഷ്യയിൽ ഇപ്പോൾ തന്നെ തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നുള്ള ആളുകൾ എത്രയോ ആൾക്കാരെ ഒരു എന്താ പറയുക, ഒരു ബൾക്കായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഡീപ്പോർട്ട് ചെയ്ത് വിടുന്നത്. പിന്നെ ഒരിക്കലും അവർക്ക് റഷ്യയിലേക്ക് കയറി വരാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ബ്ലോക്ക് ആകാണ്. അതുപോലെ ഇന്ത്യ റഷ്യ എന്നുള്ള ഒരു നയതന്ത്ര ബന്ധം വെച്ചാണ് ഇന്ത്യൻസിന് ഇത്രയും വലിയ പ്രോബ്ലംസ് വരാത്തത്. ഇനി അങ്ങനെയല്ല, എല്ലാവർക്കും വലിയ പ്രോബ്ലംസ് വരും. അത് ഇനി ഇന്ത്യ റഷ്യ എന്നുള്ള ബന്ധമൊന്നും അത് നോക്കത്തില്ല. ഇല്ലീഗൽ മൈഗ്രൻസിനെ എല്ലാവരും നാട്ടിലേക്ക് കയറ്റി വിടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പം ഇപ്പോൾ ഒരുപാട് പേര് വിസക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാണ്. റഷ്യയിൽ വർക്ക് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനസ്സ് കാണിക്കുക. എന്തായാലും മൈഗ്രേഷൻ കിട്ടിയ ഒരു പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. അതായത് ലീഗലായിട്ട് വർക്ക് വിസയിൽ വരാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. ചെറിയൊരു ലാഗിങ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ പെട്ടെന്ന് തന്നെ തീരുമെന്ന് തന്നെയാണ് ഇവിടുന്ന് പുതിയ അപ്ഡേഷൻ. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല, തീരുമാനം. അങ്ങനെ ആരെങ്കിലും വിസക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരാണെങ്കിൽ, കാരണം ഇപ്പോൾ ഇന്ത്യൻസിന് വലിയ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ലാഗിങ് വരുന്നത്. ഇന്ത്യൻസ് അവിടെ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങളും കാട്ടിക്കൂട്ടുന്ന അവരുടെ കോപ്രായങ്ങളൊക്കെ കാരണമാണ് ഒരു നല്ല നോർമലായിട്ടുള്ള ഇന്ത്യൻസിനും ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഗേസ്, നിങ്ങൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം നിങ്ങളൊരു ഒരു മനസ്സ് കാണിക്കുക, കോപ്പറേറ്റ് ആയിട്ട് നിൽക്കുക, കുറച്ച് വെയിറ്റ് ചെയ്യുക. എന്തായാലും ഇത്രയും കാലം നിങ്ങൾ വെയിറ്റ് ചെയ്തില്ല. പല ആൾക്കാരും, പല ഏജന്റുമാർക്കും ഏജൻസിക്കും പല ആൾക്കാരും ത്രൂ വഴി വിസക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. റഷ്യൻ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നമുക്ക് അവരെ ഫോഴ്സ് ചെയ്യാനോ അവരോട് പെട്ടെന്ന് അടിച്ചു തരാനോ, ഇപ്പോൾ ഞാനോ നിങ്ങളോ ഒന്നും അല്ല റഷ്യൻ അതിൻ്റെ ഹെഡിലിരിക്കുന്നത്. അവർ തന്നെയാണ് ഇത് അപ്രൂവ് ആക്കി തരേണ്ടത്. അവർ വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇപ്പോൾ യൂറോപ്പിലേക്ക് 1 വർഷത്തേക്കും 1.5 വർഷത്തേക്കൊക്കെയാണ് വിസക്ക് കൊടുത്തിട്ട് കിട്ടാത്ത ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. 1 വർഷമായിട്ട് യൂറോപ്പിലേക്ക് വിസ കൊടുത്ത് പല രാജ്യങ്ങളിലേക്കും. പിന്നെ IELTS വേണം. പക്ഷെ റഷ്യയിൽ അങ്ങനെയുള്ള IELTSന്റെ ആവശ്യമൊന്നുമില്ല. യൂറോപ്പിൽ ഉണ്ടാക്കുന്ന സാലറി തന്നെയാണ് നിങ്ങൾക്ക് റഷ്യയിൽ ഉണ്ടാക്കുന്നത്. കാരണം യൂറോപ്പിൽ ഇപ്പം വലിയ ടാക്സ് പേയ്മെന്റും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. സെയിം ഒരു 40,000-45,000 രൂപയൊക്കെ യൂറോപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ടാക്സ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. ആ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റഷ്യയിൽ ഉണ്ടാക്കുന്ന റഷ്യയിൽ അതിലും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾ ജോലി എടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് റഷ്യയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ റഷ്യ എന്ന രാജ്യത്തോടു കൂടി എപ്പോഴും ഒരു കൂറ് പുലർത്തുക എന്നുള്ളത്. റഷ്യയിൽ വന്നിട്ട് നിങ്ങൾക്ക് റഷ്യക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുക, റഷ്യയിലുള്ള മയക്കുമരുന്ന് മാഫിയകളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക, ഗാങ്സ്റ്ററുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ ലീഗലി ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങളെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ റഷ്യയിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാരും പല രീതിയിൽ മെസ്സേജ് അയച്ച് ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ
കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് മെസ്സേജുകൾ. എന്താ ബ്രോ ഇത്രയും ലാഗിങ് വരുന്നത്? അപ്പോൾ ലാഗിങ് വരുന്നതിന്റെ കാരണം നമ്മൾ ഇന്ത്യൻസ് തന്നെയാണ്. അവിടെ കാണിച്ചു കൂട്ടി കോപ്രായങ്ങളും ഇല്ലീഗലായിട്ട് നിൽക്കുക റഷ്യയിൽ റിഫ്യൂജി ആയിട്ട്. റഷ്യയിൽ അങ്ങനെ റിഫ്യൂജി അങ്ങനത്തെ ഒരു സംഭവം ഒന്നും റഷ്യയിലില്ല. യൂറോപ്പിൽ ഇല്ലതുപോലെ റഷ്യയിൽ റിഫ്യൂജി എന്ന ഒരു സംഭവം റഷ്യയിലില്ല. റഷ്യൻ ഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ആയിട്ടുള്ള മൈഗ്രൻസിനെ മാത്രം അവർ അംഗീകരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, ഇപ്പം ഈ അമേരിക്കൻ്റെ ബോർഡറിലൊക്കെ ബോർഡറിലൂടെ ഒരുപാട് മെക്സിക്കയിൽ നിന്നുള്ള വരുന്ന ഇന്ത്യൻസും എല്ലാ ആൾക്കാരും ഒരുപാട് നുഴഞ്ഞു കയറി അവരൊക്കെ പിടിച്ചിട്ട് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് എല്ലാവരും ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലേക്ക് കടത്തി വിടുകയാണ്. അതുപോലെ തന്നെ റഷ്യ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. കാരണം റഷ്യയിൽ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാർ പലർക്കും ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പം എത്രയോ ആളുകൾ വന്നിട്ട് ഇപ്പോഴും ജോലി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. വലിയ സാലറിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് ഈവൻ ഭക്ഷണം പോലും കഴിക്കാനുള്ള സാഹചര്യമില്ല, ജോലിയുമില്ല, വാല്യൂ ഇല്ല. പല ആൾക്കാർ വിചാരിച്ചു ബ്രോ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. നിങ്ങൾ എന്താക്കുക, ജോലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് വിസ എടുത്തിട്ട് ലീഗലായിട്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ജോലി കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ലീഗലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ഒരു ലിമിറ്റേഷൻ്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ റഷ്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പല ആൾക്കാരും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്ത ആൾക്കാർ തന്നെ പല ആൾക്കാരും പല ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാർക്കും നല്ല രീതിയിലുള്ള സാലറിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് നല്ല രീതിയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ആൾക്കാർ പല നെർക്കോട്ടിക്കും ലഹരി പദാർത്ഥങ്ങളൊക്കെ നാട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യുന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയില്ല അതിൻ്റെ ഒരു പ്രോപ്പർ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അവർ ഇവിടെയും വന്നിട്ട് ആ ഒരു പരിപാടി കാണിച്ചു. അങ്ങനെ പല ആൾക്കാരെയും പിടിച്ച് ജയിലിലിട്ടു. 18 വർഷമൊക്കെയാണ് കഠിന തടവിന് അവരെ ശിക്ഷിച്ചിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ടിട്ടും അത് അത് സോൾവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് 8 ലക്ഷം 9 ലക്ഷം രൂപയാണ് പെർ പേഴ്സൺ അവർക്ക് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടത്. അവരെ ഗവൺമെന്റ് വിട്ടുകൊടുത്തു കഴിഞ്ഞാലും ഡയറക്റ്റ് അവർ വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ വ്യൂർ ജയിലിലേക്കോ ഇന്ത്യൻ ജയിലുകളിലേക്ക് അവരെ ഡയറക്റ്റ് മാറ്റാണ് ചെയ്യുക. കാരണം ഇതൊരു മയക്കുമരുന്ന് കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് റഷ്യയിൽ. അപ്പോൾ നിങ്ങൾ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലംസിൽ പോയിട്ട് ഇടപെടാതിരിക്കുക. നിങ്ങൾ കള്ളോ സിഗരറ്റോ വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ കള്ളു കുടിച്ചോ സിഗരറ്റ് വലിച്ചോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ മയക്കുമരുന്നുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളിലും നിങ്ങൾ പോയി പെടരുത്. റഷ്യൻ്റെ നിയമം വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പം അതൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോയി കുട്ടിച്ചോറായി തന്നെ അർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഒരുപാട് കള്ള ഫ്രോഡുകളൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പല ആൾക്കാർ ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രിവ്യൂസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുത്തൻ ഒരു 80 ലക്ഷം രൂപയോളം പല ആളുകളിൽ നിന്നും പറ്റിച്ചിട്ട് ഒരു റെമിയോ ചാൾസ് എന്ന് പറഞ്ഞ ഒരു ചങ്ങായി 80 ലക്ഷം രൂപ. എന്നിട്ട് നമ്മൾ നാട്ടിലെ നിയമത്തിന് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ്റെ അച്ഛൻ എന്തോ വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. എന്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് അയാളെന്താണ്, അയാൾക്ക് എന്തോ വലിയ പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഇപ്പോൾ അവന് സൂചിച്ച് അവിടെ ജീവിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ അവസ്ഥയാണത്. ഞാൻ പറയട്ടെ. അപ്പോൾ അതിനൊന്നും അതുപോലെയല്ല. റഷ്യൻ്റെ നിയമങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞിട്ടും എന്ത് റിക്വസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം അവർ നിങ്ങളെ വിടില്ല. കാരണം ഇവിടെ കൈക്കൂലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലൊക്കെ പ്രശ്നങ്ങളാണ്. അവർ എല്ലായിടത്തും ക്യാമറകളും കാര്യങ്ങളൊക്കെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ലീഗലായിട്ട് വർക്ക് ചെയ്യുക, ലീഗലായിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുക. കാരണം ഇനി വിസ ലാഗിങ് വരുന്നത് ആരുടെ കയ്യിലും അല്ല ഈ സംഭവം കിടക്കുന്നത്. പല ഏജന്റുമാർക്കും ഇത് സബ്മിഷൻ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. ഏജന്റ് അല്ല, അവിടെ കൺസൾട്ടൻസി നടത്തുന്ന ആൾക്കാർക്കൊക്കെ കമ്പനിയാണ് വിസ കൊടുക്കുന്നത്. അല്ലാതെ ഒരാൾക്കും ഒരു ഏജൻസിക്കും ലൈസൻസ് ഇല്ലാതെ ഒരാളെ ഹയർ ചെയ്യാനും പറ്റത്തില്ല. കൺസൾട്ടൻസി ചെയ്യാൻ പറ്റും, അല്ലാതെ ഒരു ലൈസൻസ് ഇല്ലാതെ ഒരാളെ ഹയർ ചെയ്യാൻ പറ്റില്ല. റഷ്യയിലേക്ക് ഡയറക്റ്റ് ഹയർ ചെയ്യാൻ പറ്റില്ല. അത് കമ്പനി ത്രൂ വഴി മാത്രമേ ഹയർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ചില കൺസൾട്ടൻസിക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് റഷ്യൻ ഫെഡറേഷനാണ് നിങ്ങളുടെ വിസയും കാര്യങ്ങൾ, അത് നിങ്ങളുടെ സബ്മിഷന് കോൺട്രാക്ട് ഇൻവിറ്റേഷനൊക്കെ അപ്രൂവ് ആക്കി തരുന്നത് റഷ്യൻ ഗവൺമെന്റ് ആണ്. റഷ്യൻ ഗവൺമെന്റ് വിചാരിച്ചാലേ ഈ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ഒന്ന് കോർപ്പറേറ്റ് ചെയ്യുക. എന്തായാലും വിസക്ക് കൊടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ വിസ അടിച്ചു കിട്ടും. നിങ്ങൾ കോർപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് എടുത്തു ചാടി നിങ്ങൾ എനിക്ക് പെട്ടെന്ന് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യം. ഇതൊരു മാർക്കറ്റിൽ നിന്ന് ഒരു ചന്തയിൽ പോയിട്ട് ഒരു മീൻ വാങ്ങുന്ന പോലെയുള്ള സംഭവങ്ങളൊന്നും അല്ല. നമുക്ക് അതിൻ്റെതായുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വിസക്ക് ഒരു
ഒരു വർക്ക് വിസക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളുടെ നാട്ടിലേക്കുള്ള എൻക്വയറി പോകും, നിങ്ങളുടെ പേരിൽ കേസുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം അതൊക്കെ റഷ്യൻ ഗവൺമെന്റിൽ കൺവിൻസ് ആയി നിങ്ങളൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വിസ അപ്രൂവ് ആക്കിയിട്ട് റഷ്യൻ ഗവൺമെന്റ് തരത്തുള്ളൂ. അപ്പോൾ അതിന് സമയമെടുക്കും. ഇത് നിങ്ങൾ ഈ വിസ ഇലക്ട്രോ ബയോമെട്രിക് വിസ, ബിസിനസ് വിസ, സ്റ്റുഡന്റ് വിസ, ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് 1 മാസം 1.5 മാസം കൊണ്ട് തന്നെ കിട്ടും. അതായത് ഈ വിസയൊക്കെ നിങ്ങൾക്കൊരു രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം തന്നെ ഈ വിസയൊക്കെ നമുക്ക് ചിലപ്പം അപ്രൂവ് ആയി കിട്ടും. ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും. ടൂറിസ്റ്റ് വിസയൊക്കെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ടൂറിസ്റ്റ് വിസ കിട്ടും. ബിസിനസ് വിസയൊക്കെ ഒരു മാസത്തിനുള്ളിൽ കിട്ടും. സ്റ്റുഡന്റ് വിസയും അതുപോലെ തന്നെ 1-1.5 മാസം കൊണ്ട് സ്റ്റുഡന്റ് വിസ കിട്ടും. പക്ഷേ വർക്ക് വിസ അങ്ങനെയല്ല. വർക്ക് വിസ ലീഗലി ആയിട്ട് വരുന്ന വിസയാണ്. ലീഗൽ വിസയാണെങ്കിൽ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 3 വർഷത്തേക്കാണ്. അതൊരു റെസിഡൻസ് വിസക്ക് തുല്യമാണ്. റഷ്യയിൽ സാധാരണ ടെമ്പററി റെസിഡൻസി വിസക്ക് തുല്യമായിട്ടുള്ള വിസയാണ് ഏതാ നമ്മളെ ഒരു വർക്ക് വിസ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് വിസ 3 ഇയർ ആണ് ഇപ്പം കറന്റ് റഷ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 3 ഇയർ മൾട്ടിപ്പിൾ എൻട്രി റെസിഡൻസ് വിസയാണ്, 3 വർഷത്തെ വിസയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിസയിൽ വന്ന 3 വർഷം വരെ നിങ്ങൾക്ക് ലീഗലായിട്ട് റഷ്യയിൽ ജോലി ചെയ്യാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നാട്ടിലേക്ക് പോവുകയും വരികയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വിസ ഓപ്പൺ ആണല്ലോ വിസ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് ഒന്നും ആരും കയ്യിൽ പിടിച്ചു വെക്കുകയോ ഒന്നും ചെയ്യില്ല. നിങ്ങൾ പല കമ്പനികൾക്കും നിങ്ങൾ കമ്പനി ഡയറക്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾ അതിലൊരു ടാക്സ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. ടാക്സ് 18% റഷ്യൻ്റെ ടാക്സ് വരുന്നത്. അപ്പം വലിയൊരു ടാക്സ് ആയിട്ട് തോന്നുന്നില്ല, എന്നാലും വലിയൊരു എമൗണ്ട് ടാക്സ് ആയി പല കമ്പനികളും ഇപ്പോൾ ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ കമ്പനി ത്രൂ ഡയറക്റ്റ് വരുന്ന ആളുകളാണെങ്കിൽ റഷ്യൻ ലാംഗ്വേജ് എക്സാമും കാര്യങ്ങളാണ്. കോട്ട വിസയും 3 ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസയും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കാണാത്തവർ പ്രീവിയസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാവും. ഞാൻ ആ വിസയെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ വിസക്ക് കൊടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ അതായത് കുറച്ച് ലാഗിങ് വരുന്നുണ്ട്. ആ ലാഗിങ് എന്തായാലും അതിപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇന്റേണൽ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു സത്യാവസ്ഥ റഷ്യൻ ഗവൺമെന്റിന് കൺവിൻസ് ആയാൽ ഉടൻ തന്നെ സബ്മിഷന് കൊടുത്ത ആൾക്കാരുടെ എല്ലാവരുടെയും സബ്മിഷൻ നടക്കും. പെൻഡിങ് ഡോക്യുമെന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ സബ്മിഷൻ നടക്കും. സബ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിസ കിട്ടുന്നുള്ള കാര്യം ഒരു 99-20% ഉറപ്പായി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കേസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് റഷ്യയിലേക്ക് കയറി വരാം. അപ്പോൾ ഒന്ന് കോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സഹകരിക്കുക. അത് ഞാൻ ഒരു റിക്വസ്റ്റ് എന്ന രീതിയിൽ പറയുകയാണ്. നിങ്ങൾ പല ആളുകൾക്കും പൈസ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് നമുക്ക് യൂറോപ്പിലേക്കുള്ള വിസ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ യൂറോപ്പിലേക്കുള്ള വിസയൊന്നും അങ്ങനെയൊന്നും കിട്ടിക്കഴിഞ്ഞാൽ കുറേ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഗ്രീസിലേക്കുള്ള വിസ, അതുപോലെ തന്നെ പോളണ്ടിലേക്കുള്ള വിസ, അവിടെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം പല ആൾക്കാരും എൻ്റെ പല സുഹൃത്തുക്കളും ഗ്രീസിലും പോളണ്ടിലും ഒക്കെ പോയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്ന് അവർക്ക് റഷ്യയിലേക്ക് വിസ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് വിളിക്കുകയാണ്. അവിടെ പ്രോപ്പറായിട്ട് ടാക്സും ഇലക്ട്രിസിറ്റി ബില്ല് അതൊക്കെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കയ്യിൽ ഒന്നും കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. ബ്രോ 25,000 രൂപ പോലും തികച്ച് കിട്ടുന്നില്ല. എന്തിനാണ് ഇവിടെ അതിനേക്കാളും നല്ലത് നാട്ടിൽ വർക്ക് ചെയ്യുന്നതല്ലേ എന്നൊക്കെയാണ് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോപ്പറേറ്റ് എന്ന റഷ്യ നല്ല രാജ്യമാണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് രാജ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 8-9 വർഷത്തിന്റെ മുകളിൽ ഞാൻ റഷ്യയിൽ നിൽക്കുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, റഷ്യ അത്യാവശ്യം സ്റ്റാൻഡേർഡ് രാജ്യമാണ്. യൂറേഷ്യ ആണ്. അതുപോലെ തന്നെ യൂറോപ്പിന്റെ ഓൾമോസ്റ്റ് അതായത് ഒരു 90% യൂറോപ്പിന്റെ ആ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് റഷ്യക്കാർ. അപ്പോൾ നിങ്ങൾക്ക് റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ റഷ്യ കുറച്ചും കൂടി ഇന്ത്യൻസിനോട് കുറച്ചും കൂടി കോർപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ. എല്ലാവരും അല്ല, അതിൽ ചില ആൾക്കാരുണ്ടാവും, മൂടായ്പില്ല ആൾക്കാരുണ്ടാവും, അതെല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തിരുന്നാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേര് വിസ കൊടുത്ത് ഇപ്പോഴും വെയിറ്റിംഗിലാണ്. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാണ്, നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുക. പല ഏജന്റുമാർക്ക് കൊടുത്തിട്ടുണ്ടാവും, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സബ്മിഷൻ അവർക്ക് നിങ്ങളെ കാര്യങ്ങൾ സബ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ എല്ലാവർക്കും പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അതിന്റെ പ്രോസസ്സിംഗ് ചെയ്യേണ്ടത്, അത് അപ്രൂവ് ആക്കി തരേണ്ടത് റഷ്യൻ ഗവൺമെന്റ്, റഷ്യൻ ഫെഡറേഷൻ ആണ്. പിന്നെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, വിസക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രോബ്ലംസ് വരാത്ത രീതിയിലുള്ള നിങ്ങൾക്ക് റഷ്യൻ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് അറിയുന്ന ഏജന്റുമാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ഒരു വിഷയം, അതായത് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഡീപ്പോർട്ടേഷൻ വരേണ്ട എന്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ റഷ്യൻ ഗവൺമെന്റുമായിട്ട് സംസാരിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏജന്റ്, അവരായിട്ട് വിസ കോപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. റഷ്യൻ ലാംഗ്വേജ് അറിയുന്ന ആളുമായിട്ട് നിങ്ങൾ വിസന്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ പല ഏജന്റുമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. നിസ്സഹായമായ ഒരു അവസ്ഥയിലേക്ക് പോകും, നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചയക്കും.
കാരണം ഇപ്പോൾ റഷ്യൻ ഗവൺമെന്റിൽ വൻ തോതിൽ നാട്ടിലേക്ക് ആളുകളെ ഡീപ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ ആൾക്കാരെ ഡീപ്പോർട്ടേഷൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവിടുത്തെ ഏജന്റുമാർക്ക് ഇവർ ചോദിച്ച ചോദ്യത്തിന് ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും. എനിക്കും ഇതേപോലുള്ള ഒരു റഷ്യൻ ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കന്ന് പ്രോപ്പറായിട്ടുള്ള രേഖകളും അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷനും ക്ലിയർ ആയിട്ട് അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് അവരെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക. ഇത്രയും കാലം കുറേ ആൾക്കാർ സഹിച്ചില്ല, ഇനി കുറച്ചും കൂടി ഏതായാലും വെള്ളത്തിലിറങ്ങി ഇനി എന്തായാലും കുളിച്ച് കയറുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.